പരുന്തുംപാറയിലെ കയ്യേറ്റ ആരോപണം അന്വേഷിക്കാൻ പുതിയ സംഘത്തെ നിയോഗിക്കണമെന്ന് സിപിഐഎം ഇടുക്കി ജില്ലാ സെക്രട്ടറി സി.വി. വർഗീസ് പരുന്തുംപാറയിൽ സന്ദർശനം നടത്തിയ ശേഷം സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. എന്താണ് സിപിഐഎമ്മിന്റെ ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നിലപാട്? തർക്കഭൂമി എന്ന് പറയുന്ന ഈ പ്രദേശം സന്ദർശിച്ചപ്പോൾ മനസ്സിലായ ഒരു കാര്യം, പതിറ്റാണ്ടുകളായി കൈവശം വെച്ച് സർക്കാർ സംയുക്ത പരിശോധന നടത്തി കൊടുത്ത ഭൂമി കൊടുത്തിട്ടുള്ള ആളുകൾ ഇവിടെയുണ്ട്. ഇവിടെ വനഭൂമിയും റവന്യൂ ഭൂമിയും സംബന്ധിച്ച് അതിർത്തി നിശ്ചയിച്ച് ജണ്ടയിട്ട് തിരിച്ചിട്ടുണ്ട്. അത് ഏതൊരാളുകൾക്ക് വന്നാലും കണ്ടാലറിയാം, പതിറ്റാണ്ടുകൾ ജണ്ട നിലനിൽക്കുന്നുണ്ട്. കൃത്യമായൊരു മലയുടെ അരിഞ്ഞാണം പോലെ ഇങ്ങനെ ഇട്ടിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ പേരിൽ നിരപരാധികളായ പതിറ്റാണ്ടുകളായി കൈവശ ഭൂമി വെച്ചിട്ടുള്ളവരും പട്ടയം ലഭിച്ചിട്ടുള്ളവരും അതുപോലെ തന്നെ തലമുറകളായി കൈമാറ്റം ചെയ്ത് ഇവിടെ ജീവിക്കുന്ന ആളുകളുണ്ട്. ആ ഒരാളുകളെ ഉപദ്രവിക്കാൻ പാടില്ല എന്നുള്ളതാണ് CPM-ൻ്റെ നിലപാട്. ഇവിടെ നിന്ന് ഇതിനകത്തെല്ലാം നടപടി സ്വീകരിച്ചുള്ള ഉദ്യോഗസ്ഥന്മാരെ ഇപ്പോൾ മാറ്റി നിർത്തി പുതിയൊരു വിഭാഗത്തെ കൊണ്ടുവന്നിരിക്കുകയാണ്. ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥന്മാരുടെ പേരിൽ കർശനമായി സർവീസിൽ നിന്ന് സസ്പെൻഡ് ചെയ്ത് നിർത്തിക്കൊണ്ടുള്ള അന്വേഷണമാണ് നടന്നത്. ജോസിൽ ഇടുക്കി പരുന്തുംപാറയിൽ നിന്ന് നമ്മളോടൊപ്പം ചേരുകയാണ്. ജോസിൽ, അതായത് കയ്യേറ്റമുണ്ടെങ്കിൽ അത് കണ്ടുപിടിക്കുകയും സർക്കാരിലേക്ക് ആ ഭൂമി മുതൽ കൂട്ടുകയും ചെയ്യണം. പക്ഷേ അതിനപ്പുറത്തേക്ക് അതിൻ്റെ പേരിൽ അവിടെ വർഷങ്ങളായി താമസിക്കുന്ന സാധാരണക്കാരെ ദ്രോഹിക്കുന്ന നടപടികളിലേക്ക് പോകരുത്, അവർക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്ന രീതിയിൽ ഇടപെടരുത് എന്നൊരു നിലപാടാണോ CPIM അവിടെ സ്വീകരിച്ചിരിക്കുന്നത്? തീർച്ചയായിട്ടും മനു, ഇപ്പോൾ ഇവിടെ CPIM-ന്റെ നേതൃത്വത്തിൽ പീരുമേട്ടിൽ നയവിശദീകരണ യോഗവും കൂടി നടന്നിരിക്കുകയാണ്. CPIM-ന്റെ ജില്ലാ സെക്രട്ടറി സന്ദർശനത്തിന് ശേഷം ആ യോഗവും കൂടി ഉദ്ഘാടനം ചെയ്തിരിക്കുകയാണ്. കൃത്യമായി നിലപാട് പ്രദേശത്ത് ചെന്ന് ആ പ്രദേശത്തെ സ്ഥിതിഗതികൾ അദ്ദേഹം നേരിട്ട് വീക്ഷിക്കുന്ന ഒരു സാഹചര്യമാണ് ഉണ്ടായത്. കൃത്യമായ ജണ്ട വനം ഭൂമിയെയും അതുപോലെ റവന്യൂ ഭൂമിയെയും വേർതിരിച്ചുകൊണ്ട് ജണ്ട അദ്ദേഹം നേരിട്ട് കാണുന്നു. അതുപോലെ തന്നെ ഇവിടെ വനം വകുപ്പിന്റെ കയ്യേറ്റം, അതായത് റവന്യൂ ഭൂമിയിലേക്ക് ജണ്ട കൂടുതൽ കയറ്റിക്കൊണ്ടുവന്ന് അവിടെ വനം വകുപ്പിന്റെ കയ്യേറ്റവും കാണുന്നു. എന്നാൽ അവിടെ സാധാരണക്കാരായ ജനങ്ങൾ പതിറ്റാണ്ടുകളായി പട്ടയഭൂമിയിൽ വീട് വെച്ച് താമസിക്കുന്ന ആളുകൾ, അവർക്ക് നോട്ടീസ് കൊടുത്തുകൊണ്ട് ഒരു അവർക്ക് ഭീതി ഉണ്ടാക്കുന്ന ഒരു അവസ്ഥയാണ് ഉണ്ടാക്കുന്നത്. അതിനെതിരെയാണ് ശക്തമായ നിലപാട് CPIM സ്വീകരിക്കുന്നത്. അത് മാത്രമല്ല, ഇപ്പോൾ ഈ പ്രദേശത്തെ പ്രധാനപ്പെട്ട പഞ്ചായത്തുകളെല്ലാം, വണ്ടിപ്പെരിയാർ, പീരുമേട് പഞ്ചായത്തുകളെല്ലാം CPIM ആണ് ഭരിക്കുന്നത്. സ്വാഭാവികമായും മാർച്ച് മാസത്തിൽ ധാരാളം പദ്ധതികൾ, വികസന പ്രവർത്തനങ്ങൾ നടക്കേണ്ടതായിട്ടുണ്ട്. ലൈഫ് ഭവന പദ്ധതി അടക്കം, റോഡുകളുടെ പണിയടക്കം, അതിനെയെല്ലാം തടസ്സപ്പെടുത്തുന്ന രീതിയിൽ ഈ നിർമ്മാണ സാമഗ്രികളടക്കം ഈ മേഖലയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കാത്ത രീതിയിൽ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചുകൊണ്ട് ജനങ്ങളെ ആകെ ദ്രോഹിക്കുന്ന ഈ നിലപാട് ഒരിക്കലും അംഗീകരിക്കാൻ പറ്റില്ലെന്നും ഇടുക്കി ജില്ലയെ ഒരു കറവ പശുവിനെ പോലെ ഉദ്യോഗസ്ഥർക്ക്, അഴിമതിക്കാരായ റവന്യൂ ഉദ്യോഗസ്ഥർക്ക് വിവാദങ്ങൾ ഉണ്ടാക്കി അഴിമതി നടത്താനുള്ള ഒരു മേഖലയാക്കി മാറ്റുകയാണ്. അതുകൊണ്ട് ജില്ലയിൽ ഇല്ലാത്ത ഉദ്യോഗസ്ഥരെ, വിശ്വസ്തരായ സർക്കാരിന് വിശ്വസ്തരായ ഉദ്യോഗസ്ഥരെ ഉപയോഗിച്ച് ഇതിനെ സംബന്ധിച്ച് ഒരു അന്വേഷണം നടത്തി ശക്തമായ നടപടി സ്വീകരിക്കണമെന്നാണ് C.V. വർഗീസ് വ്യക്തമാക്കുന്നത്. മനു, ശരി, വളരെ വ്യക്തമാണ്. CPIM ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നിലപാടാണ് നമുക്ക് അവിടെ കാണാൻ വേണ്ടി കഴിഞ്ഞത്. വിവരങ്ങളാണ് ജോസിൽ നൽകിയത്.